സിഒഎ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കൂത്തുപറമ്പിൽ ഉജ്ജ്വല തുടക്കം. കേബിൾ ടി വി മേഖല എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുകയാണെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കേരളത്തിലെ 3.5 കോടി ജനസംഖ്യയിൽ പകുതിയിലധികം കേരള വിഷൻ കസ്റ്റമർമാരാണ്. സ്വർണ്ണമല്ല, ലോകത്തെ ഏറ്റവും വലിയ മൂല്യമുള്ള വസ്തു കസ്റ്റമറാണ്. അവർക്ക് എന്ത് വേണമോ അതെല്ലാം നൽകാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് സിഒഎ കടക്കും. ടൂറിസം മേഖലയിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകും. 2030 എല്ലാ മേഖലയിലും സിഒഎ ഉണ്ടാകുമെന്നും പ്രവീൺ മോഹൻ പറഞ്ഞു. 1990-കളിൽ ACV-യുടെ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും കുത്തക കമ്പനികളുടെ സിഗ്നൽ എടുത്ത് ഈ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച ഒരു കേബിൾ TV ഓപ്പറേറ്റർ 36 വർഷങ്ങൾക്ക് ഇപ്പുറവും ഒരു ലോക്കൽ കേബിൾ TV ഓപ്പറേറ്ററായി നിലനിൽക്കുമ്പോൾ, അതേപോലെ തന്നെ 1996-ൽ ഒരു ലോക്കൽ കേബിൾ TV ഓപ്പറേറ്ററായി പ്രവർത്തനം ആരംഭിച്ച ഞാനും നിങ്ങളും 2026-ൽ എത്തി നിൽക്കുമ്പോൾ ഒരു MSO ആയി മാറി, ഒരു ISP ആയി മാറി, ഒരു ബ്രോഡ്കാസ്റ്റർ ആയി മാറി, ഒരു TSP ലൈസൻസ് ഹോൾഡറായി മാറി. അങ്ങനെ ആ മാറ്റം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 2030-ൽ നമ്മൾ എന്താവണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടും നിലപാടും ഈ സംഘടനയ്ക്കുണ്ട്. 2030-ൽ ഞാനും നിങ്ങളും ഒരു മൾട്ടി സിസ്റ്റം, ഒരു മൾട്ടി സർവീസ് പ്രൊവൈഡറായി, MSP ആയി മാറാൻ പോകുന്നു. ഒരു സംശയമില്ല, അത്ര തെരഞ്ഞെടുത്തോടുകൂടിയാണ് പറയുന്നത്. 2030-ൽ കേരളത്തിൽ ഏറ്റവും അധികം മൾട്ടി ചെയിൻ സർവീസ് പോയിന്റുകളുള്ള കമ്പനിയായി, 1000-ലധികം മൾട്ടി ചെയിൻ സർവീസ് പോയിന്റുകളുള്ള കമ്പനിയായി കേരള വിഷൻ മാറും. ഒരു തർക്കവുമില്ല. അതിനുള്ള കൃത്യമായ പദ്ധതികൾ നമുക്കുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതിലേക്കാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ അംഗത്വത്തിന് ഒരു മൂല്യമുണ്ടെന്ന് പറയുന്നത്. മനോജ് ചേരുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ നടന്ന സാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും. ഇപ്പോൾ പ്രതിനിധി സമ്മേളനം പുരോഗമിക്കുകയാണ്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ വലിയൊരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. കേബിൾ ബ്രോഡ്ബാൻഡ് ഉൾപ്പെടെ കൈവച്ച മേഖലകളിലൊക്കെ തന്നെ വിജയക്കൊടി പാറിച്ച സിഒഎ എന്ന സംഘടന 2030 എല്ലാ മേഖലയിലും ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് സംസ്ഥാന പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, അടിമുടി മാറാൻ ഒരുങ്ങുക തന്നെയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത് ശക്തമായ ഒരു ചട്ടക്കൂടിലൂടെയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേബിൾ ഓപ്പറേറ്റർമാർക്ക് താങ്ങായി നിൽക്കുന്ന സംഘടനയാണ് ഇത്. കുത്തകയ്ക്കെതിരെ പോരാടി ജയിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സംഘടനയെ മറ്റ് സംഘടനകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നതെന്നും പ്രവീൺ മോഹൻ വ്യക്തമാക്കി. വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ സിഒഎക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 2000 കോടിയിലധികം രൂപ ടേൺ ഓവറുള്ള ഒരു പ്രസ്ഥാനമാണിത്. അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരു ശരീരമായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സിഒയുടെ കരുത്തെന്നും പ്രവീൺ മോഹൻ വ്യക്തമാക്കി. ഇപ്പോഴും പലവിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നുള്ള വെല്ലുവിളികളെ സധൈര്യം നേരിട്ടാണ് സിഒഎ എന്ന സംഘടന മുന്നോട്ട് പോയത്. കേരള വിഷൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. പക്ഷേ ചില അദൃശ്യ ശക്തികളുടെ വെല്ലുവിളിയും ഇപ്പോൾ ലോകമാകെ നേരിടുന്നു. AI സംവിധാനം പോലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. വായന കുറഞ്ഞു വരികയാണ്. പ്രിന്റ് മീഡിയ വലിയ ഭീഷണിയെ നേരിടുന്നു. ഇനി അടുത്തത് വിഷ്വൽ മീഡിയയിലും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ആ പ്രതിസന്ധികളൊക്കെ തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് സംഘടനയുടെ കരുത്ത് എന്ന് പറയുന്നത്. 7 കോടി രൂപയോളം ഈ സിഒഎ അംഗങ്ങളുടെ, അവരുടെ കുടുംബാംഗങ്ങളുടെ, ജീവനക്കാരുടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സഹായത്തിനായി മാത്രം ചെലവഴിച്ച ഒരു സംഘടനയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ചെലവഴിച്ച ഒരു സംഘടനയാണ് സിഒഎ.
ഈ ലോകത്തിലെ ഏറ്റവും മൂല്യം കസ്റ്റമർ ആണ് എന്ന് സ്വർണത്തിനാണ് ഇപ്പോൾ ഏറ്റവും അധികം വില ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ മൂല്യം ഒരു കസ്റ്റമർക്കുണ്ട് എന്ന ചിന്തയാണ് സിഒയെ മുന്നോട്ട് നയിക്കുന്നത്. കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നൽകാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തണം. ടോട്ടൽ സർവീസ് പ്രൊവൈഡർമാരായി നമുക്ക് മാറാൻ കഴിയണം എന്നാണ് കേബിൾ TV ഓപ്പറേറ്റർമാരോട് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞത്. ഒരു കസ്റ്റമർക്ക് എന്താണോ വേണ്ടത് അതെല്ലാം എത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അതുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സിഒയെ മുന്നോട്ട് പോകുന്നത്. ഇതിനായി മിഷൻ 2030 പ്രഖ്യാപിക്കുകയാണ് സിഒയെ. 2030 ആകുമ്പോഴേക്കും അത്തരത്തിലുള്ള ഒരു സംവിധാനം, അതായത് കേബിൾ ടിവിയും ഇപ്പോൾ തന്നെ പലവിധ മേഖലയിലേക്ക് സിഒയെ കടന്നിട്ടുണ്ട്. അതായത് ബ്രോഡ്ബാൻഡ്, കേബിൾ TV എന്നതിന് പുറമെ സോളാർ സംവിധാനത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് പല ടൂറിസം മേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. അതിനൊക്കെ മാറി എന്താണോ ഒരു കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെ അവർക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ, അതും ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ, ഇതാണ് സിഒയുടെ ഒരു പ്രഖ്യാപിതമായ ലക്ഷ്യം. അത് ജനകീയ പിന്തുണയോടുകൂടിയാണ് സിഒയെ ഇതുവരെ വളർന്നിട്ടുള്ളത്. അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്ത് ഇപ്പോൾ 3.5 കോടി ജനങ്ങളാണുള്ളത്. അതിൽ പകുതിയിലധികം ഇപ്പോൾ തന്നെ കേരള വിഷന്റെ അല്ലെങ്കിൽ സിഒഎ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കസ്റ്റമേഴ്സാണ്. അവരെ ഒക്കെ തന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനങ്ങൾ ഉണ്ടാകണം എന്നാണ് സിഒഎ ആഗ്രഹിക്കുന്നത്. അവരെ ഒരു തരത്തിലും ഒരു കസ്റ്റമറെ പോലും മുഷിപ്പിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സർവീസ് പ്രൊവൈഡർ ആകരുത് കേരള വിഷൻ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മിഷൻ 2030 പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1000-ലധികം MSPകൾ രൂപം കൊടുത്ത് മൾട്ടി സർവീസ് പ്രൊവൈഡർമാരെ 1000-ലധികം മൾട്ടി സർവീസ് പ്രൊവൈഡർമാരെ ഉണ്ടാക്കുക, അതിനെ TSP എന്ന നിലയിലേക്ക് മാറ്റാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുക. ഇതാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ലക്ഷ്യം. അതിനായുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് സിഒഎ എന്നാണ് പ്രവീൺ മോഹൻ ഈ കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. എന്തായാലും വലിയ രീതിയിലുള്ള ആവേശകരമായ ഒരു സമ്മേളനമാണ് കൂത്തുപറമ്പിൽ നടക്കുന്നത്. ഇന്നലെ അർജുൻ സൂചിപ്പിച്ചതുപോലെ വർണ്ണാഭമായ ഘോഷയാത്ര നടന്നു. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് കൂത്തുപറമ്പ് നഗരത്തിൽ നടന്ന ഏറ്റവും ചിട്ടയാർന്ന ഒരു ഘോഷയാത്ര എന്നാണ് കൂത്തുപറമ്പിന്റെ മുനിസിപ്പൽ ചെയർമാൻ വി ഷിജിത്ത് ഉൾപ്പെടെ പ്രകീർത്തിച്ചത്. അതായത് പോലീസിന് പോലും ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തേണ്ടി വരാത്ത രീതിയിലുള്ള അടുക്കും ചിട്ടിയോടും കൂടി നടന്ന ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കാൻ സിഒഎക്ക് കഴിഞ്ഞു. ഒരു ഗതാഗത കുരുക്ക് പോലും, ഇത്രയും അധികം ഫ്ലോട്ടുകളും ആളുകളും ഒക്കെ ഉണ്ടായിട്ടും ഒരു ഗതാഗത കുരുക്ക് പോലും ഇല്ലാതെ ഈ ഘോഷയാത്ര സംഘടിപ്പിക്കാൻ സിഒഎ എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞു. അതിന്റെ കെട്ടുറപ്പ്, അതോടൊപ്പം തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന ഉറച്ച ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും ഇന്ന് രാവിലെ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ പതാക ഉയർത്തിയതോടുകൂടിയാണ് ഈ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. ഈ പ്രതിനിധി സമ്മേളനത്തിലും ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, KCCL MD ആയ PP സുരേഷ്, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, സംസ്ഥാന കമ്മിറ്റി അംഗം വി ജയകൃഷ്ണൻ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം K സജീവ് കുമാർ, NK ദിനേശൻ തുടങ്ങി സംസ്ഥാന നേതാക്കൾ എല്ലാം തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് അടുത്ത പരിപാടി എന്ന് പറയുന്നത് പ്രതിനിധി സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിക്കും ജില്ലാ സെക്രട്ടറി MR രജീഷ്, സാമ്പത്തിക റിപ്പോർട്ട് ട്രഷറർ AV ശശികുമാറാണ് അവതരിപ്പിക്കുക, ഓഡിറ്റ് റിപ്പോർട്ട് N രഞ്ജിത്തും അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജനാണ് ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുക. അതിനുശേഷം പൊതു ചർച്ച, പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് വൈകിട്ട് നടക്കുകയും ചെയ്യും. ഇങ്ങനെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായാണ് സിഒയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഇപ്പോൾ കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ KO പ്രശാന്ത് നഗറിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. അർജുൻ.